ഇനി വീണ്ടും ട്രംപ് കാലം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് വീണ്ടും ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:00 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും. Congratulations, Mr. President. പറഞ്ഞ വാക്കു പാലിച്ച് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കി. ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങാനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇതിനു മുന്നോടിയായി സ്ഥാനമേൽക്കും മുമ്പേ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇലോൺ മസ്ക് മുതൽ ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണൻ വരെ ടീമിൽ. അമേരിക്കയിൽ അതിശൈത്യം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുറന്ന വേദിയിൽ നിന്നും ക്യാപിറ്റോൾ മന്ദിരത്തിന് ഉള്ളിലേക്ക് മാറ്റി. 1985-ൽ റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യമായാണ് ചടങ്ങുകൾ ഹാളിനുള്ളിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിനൊപ്പം ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 വർഷത്തേക്കുള്ള ഭരണ പദ്ധതി ട്രംപ് വിശദീകരിക്കും. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പ്രാർത്ഥനയോടെയാവും ചടങ്ങുകൾ സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ചരിത്രത്തിൽ തന്നെ അപൂർവതയാണ് ഒരിടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് ആയി വീണ്ടും ഒരാൾ എത്തുക എന്നത്. ഏറെ പരിഹസിക്കപ്പെട്ട് ഏറെ അപമാനിക്കപ്പെട്ടൊക്കെ മടങ്ങിയ ട്രംപ് വിജയശ്രീലാളിതനായി തിരിച്ച് അങ്ങനൊരു ചരിത്രം കൂടി തിരുത്തിയാണ് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എങ്ങനെയൊക്കെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, ഇന്ത്യൻ സമയം രാത്രി 10:30, അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. അമേരിക്കയിൽ അതിശൈത്യമാണ്. ഈ സമയത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുറത്ത് വിശാലമായ വേദിയിൽ വെച്ചാണ്. അങ്ങനെയാണ് ആദ്യം ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും ആലോചിച്ചത്. കഴിഞ്ഞ തവണയും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത് ആ തരത്തിലായിരുന്നു. എന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ -6 മുതൽ 14 ഡിഗ്രി വരെയുള്ള തണുപ്പാണ്. ഈ സമയത്തടക്കം ശൈത്യക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് പ്രമാണിച്ചാണ് അത് മന്ദിരത്തിനുള്ളിലേക്ക് മാറ്റുന്നത്. ക്യാപിറ്റൽ മന്ദിരത്തിനുള്ളിലെ അരീന ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. 1985-ൽ റൊണാൾഡ് റീഗൻ 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന സമയത്തും ഇതുപോലെ ഹാളിനുള്ളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകളും പരേഡും ഒക്കെ നടത്തിയത്. അന്നും ഈ ശൈത്യക്കാറ്റ് കാരണം ഉള്ള മുന്നറിയിപ്പ് കാരണമായിരുന്നു ഈ പുറത്തുനിന്ന് പരേഡ് അകത്തേക്ക് മാറ്റിയത്. അകത്തായതുകൊണ്ട് ആ പരേഡിൽ ഏതെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരുത്തും, എങ്ങനെയൊക്കെയാണ് നടത്തുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നേരത്തെ വിപുലമായ രീതിയിലേക്ക് അതിഥികളെ ക്ഷണിച്ചിരുന്നു. അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയും, ടിക്കറ്റൊക്കെ എടുത്ത ആളുകൾ നിന്നിരുന്നു. അവർക്കെല്ലാം എന്തായാലും ഇത് അകത്ത് കയറി കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ല. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെ തന്നെ ആഘോഷങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ട്രംപ് അനുകൂലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു അത്താഴ വിരുന്നുണ്ടായിരുന്നത്. ഇന്നലെ സ്വകാര്യ അത്താഴ വിരുന്നിൽ ഇന്ത്യയിൽ നിന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുന്നുണ്ട്. മുകേഷ് അംബാനിയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പ്രതിനിധികൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ട്രംപ് അനുകൂലികളുടെ നേതൃത്വത്തിൽ വിശാലമായ സ്ക്രീനുകളൊക്കെ ഒരുക്കി അവിടെ ആഘോഷ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ അധികാരമേൽക്കുന്നത് പോലെയല്ല. ട്രംപിന്റെ രീതികളടക്കം പലപ്പോഴും വ്യത്യസ്തമാണ്. ആ തരത്തിലേക്കൊക്കെ അമേരിക്കൻ പ്രസിഡന്റ്
പ്രസിഡന്റുമാർ സാധാരണ പുലർത്തുന്ന നമ്മൾ പക്വതയെന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതി പോന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതി സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങിനെ ആഘോഷമാക്കാൻ തന്നെയാണ് ട്രംപിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുടെ തീരുമാനം. അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഉണ്ടാവും. കടുത്ത ശൈത്യമാണ് അമേരിക്കയിൽ എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത്. ട്രംപ് അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ പറഞ്ഞ വാക്കു പാലിച്ച ഒരു അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അധികാരം ഏൽക്കുന്നത്. താൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ സ്ഥാപിക്കണം, അവിടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം ട്രംപ് നൽകിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ട്രംപ് അമേരിക്കയും ഇസ്രയേലുമായി വളരെ അടുത്ത ബന്ധമുള്ള ഗാഢവും അഗാധവുമായ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ്. ലോകത്ത് അത്രയേറെ ബന്ധമുള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ എന്നൊക്കെ പറയാം. ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രയേൽ അതിന് വഴങ്ങിയിരുന്നില്ല. ഇസ്രയേലിലെ തന്നെ തീവ്ര വലതുപക്ഷ പാർട്ടികളടക്കം അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. എന്നാൽ ട്രംപ് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക്, ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തർ ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തുമ്പോൾ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനായി ജോ ബൈഡന്റെ പ്രതിനിധിക്കൊപ്പം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് തന്റെ ഒരു പ്രതിനിധിയെ കൂടി അവിടേക്ക് അയക്കുകയും അവരുടെ നേതൃത്വത്തിൽ കൂടി ചർച്ചകൾ നടത്തുകയും അവസാന നിമിഷം പല ഘട്ടത്തിലും ഇസ്രയേൽ ഈ കരാറിൽ നിന്ന് വിട്ടുമാറാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് ലോകത്ത് 15 മാസമായി തുടർന്നുകൊണ്ടിരുന്ന ഏകദേശം 1,00,000-ഓളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ, ഏകദേശം 1,10,000-ഓളം പേർക്ക് പരുക്കേറ്റ ഒരു രാജ്യത്തിന്റെ, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം പ്രദേശവും ഗസയും റഫയും അടക്കമുള്ള പ്രദേശങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു യുദ്ധം അവസാനിച്ച് ഒരു മനുഷ്യക്കുരുതിക്ക് അവസാനം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ട്രംപിനെ സംബന്ധിച്ച് നേട്ടമാണ്. ട്രംപ് അടുത്ത ഒരു ലക്ഷ്യമായി പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഒരു അവസാനം കുറിക്കും എന്നുള്ളതാണ്. അതിലും സ്വാഭാവികമായും അത്തരമൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല ട്രംപിന് ഇത്തവണ കുറെ കൂടി വാഗ്ദാനങ്ങൾ പാലിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വലിയ വാഗ്ദാനങ്ങൾ നിന്നുകൊണ്ടാണ് ട്രംപ് വന്നെങ്കിൽ ഇത്തവണ കുറെ കൂടി വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ചിലതൊക്കെ നടപ്പാക്കിക്കൊണ്ടുകൂടിയാണ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തുന്നത്. ട്രംപിന്റെ ടീമിനെ സംബന്ധിച്ച് വലിയ പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ടീം പ്രഖ്യാപിക്കും. ആ ടീമിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇലോൺ മസ്കിനെ പോലെ ലോകത്തിന് കേട്ടാൽ ഭ്രാന്തനാശയങ്ങൾ എന്ന് തോന്നുന്നത് അവതരിപ്പിക്കുകയും ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും വലിയ സമ്പന്നായി നിൽക്കുന്ന ഇലോൺ മസ്ക് അതൊക്കെ പ്രാവർത്തികമാക്കി നടപ്പാക്കിക്കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത മനുഷ്യരാണ്. അങ്ങനെ ഇലോൺ മസ്കിനെ പോലെ ഒരാളെ സ്വന്തം ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തരത്തിലേക്ക് കൂടി ലോകത്തിന്റെ പുതിയ വിവര സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ ബഹിരാകാശ സാങ്കേതിക വിദ്യ, അങ്ങനെ ലോകം കീഴടക്കാൻ പോകുന്ന വലിയ സാങ്കേതിക മാറ്റങ്ങളുടെയൊക്കെ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ സ്വന്തം ടീമിൽ ഉൾപ്പെടുത്തുന്ന ട്രംപിന്റെ നയം, അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചെറിയ ആശങ്കയിലൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന രാജ്യങ്ങളും, കാനഡ അടക്കം, കാനഡയോട് അമേരിക്കയുമായി ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്, നിങ്ങൾ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിക്കോളൂ എന്ന് പറയുന്നു. കാനഡയ്ക്ക് മേൽ അധിക നികുതി ഭാരം ഏർപ്പെടുത്തും എന്നുള്ള ചില സൂചനകൾ വരുന്നു. ചൈനയുടെ ഇറക്കുമതി, ചൈനീസ് ഉൽപ്പന്നങ്ങൾ, അമേരിക്കയിൽ വ്യാപകമായി വിറ്റഴിയുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ചൈനയുടെ വ്യാപാരം കുറയ്ക്കാൻ അതിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. അതോടൊപ്പം തന്നെ തീവ്ര ദേശീയത, അമേരിക്കയുടെ സങ്കുചിത തീവ്ര ദേശീയത ഉയർത്തിക്കൊണ്ടുള്ള ചില നയങ്ങൾ വരുന്നു. അതിന് ചില മുന്നറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇന്ത്യയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഡോളർ ശക്തിപ്പെട്ടാൽ സ്വാഭാവികമായും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരം ഒരു ശക്തിപ്പെടലിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഒരു വിഭാഗം നിരീക്ഷകർ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ പോയാൽ അമേരിക്കയ്ക്ക് തന്നെ അത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും എല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഊഴത്തിൽ അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ പോളിസിയായി മുന്നോട്ട് വരിക എന്നത് കാത്തിരുന്ന് കാണണം. ഇന്ന്